ഫിഗേഴ്സ് ആൻഡ് ഇക്വേഷൻസ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലുള്ള സെയിം സാധനമാണ് ഫിഗേഴ്സ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു, ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. 1 2 3 ഇതിന്റെ ഒരു ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ട് ഒരു ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത്? ആദ്യം എന്ത് ചെയ്യണം? രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യും? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ്. ഇതെന്താ? x1. ഇത് എങ്ങനെയാ കൊടുക്കുന്നത്? 3 - 2 0 - 1. 0-ൽ നിന്ന് 1 പോയാൽ -1. ആൻസർ ഈസ് -1 ആണ് ആൻസർ വരുന്നത്. ഇതാണ് സ്ലോപ്പ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതേ സ്ലോപ്പ് ഈ രണ്ട് കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇനി നമ്മളടുത്ത് പറയും ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു കോർഡിനേറ്റ്സ് എടുക്കുക. ഇപ്പൊ ഞാൻ 1ഉം 2ഉം എടുക്കുന്നു, വേറൊരെണ്ണം എന്തെടുക്കുന്നു? Xഉം Yഉം എടുക്കുന്നു. ഇതാണ് സ്റ്റെപ്പ്. ക്ലിയർ ചെയ്യണം. ഒരു പെയർ എടുക്കുന്നു, അടുത്തൊരു അതിന്റെ കൂടെ Xഉം Yഉം എടുക്കുന്നു. എന്നിട്ട് ഇതേപോലെ സ്ലോപ്പ് അതിന്റെ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം എടുക്കേണ്ടത് y2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഇതിനെയാണ് y2 ആയിട്ട് എടുക്കേണ്ടത്. ഇത് എന്താണ്? ഇത് y1ഉം ഇത് x2 ആയിട്ടും. ഇത് എപ്പോഴും xഉം y ഉം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ xഉം y ആണ് ആദ്യം എഴുതേണ്ടത്. മനസ്സിലായ? അപ്പൊ ഇവിടെ y എടുക്കുന്നു, y മൈനസ് ഇവിടുന്ന് 2 എഴുതുന്നു, ഇവിടുന്ന് x എഴുതുന്നു, -1 എഴുതുന്നു. ഇതിങ്ങനെ എഴുതുന്നു. ക്ലിയർ അല്ലേ? എന്ത് ചെയ്യാൻ പോവാ നമ്മള്? ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. ഇവിടെ നമുക്ക് സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? -1. ആ -1 അതേപോലെ കൊടുക്കുന്നു. y2 x - 1. എന്നിട്ട് x - 1 നേരെ ഇങ്ങോട്ട് ഇൻഡു ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -1 × x - 1 = y - 2 എന്ന് കിട്ടും. എന്നിട്ട് ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു? -1 കൊണ്ട് ഓരോന്നിനെ ഇൻഡു ചെയ്യുന്നു. -1 × x എന്താ? -x മൈനസ് എന്താ വരിക? +1 = y - 2. ഇതെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. -x +1 -y +2 = 0. ഇനി നമ്പറുകൾ ഒരുമിച്ച് എഴുതുന്നു. -x. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്പറുകൾ ഒരുമിച്ച് എഴുതാൻ വേണ്ടി എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് തന്നെ എഴുതുക കേട്ടോ. അപ്പൊ ഇവിടെ +1 ഉണ്ട്, +2 ഉണ്ട്. അപ്പൊ ആൻസർ എന്ത് വരും? +3. -y ഇങ്ങോട്ട് വരുന്നു, +3 = എന്ത് വരും? 0. -1 മൈനസിന് എന്ത് ചെയ്യും? നമ്മൾ അകത്തോട്ട് തള്ളുന്നു. അപ്പൊ എന്ത് വരും? x മൈനസ് എന്തായി മാറും? പ്ലസ് എന്തായി മാറും? -= 0. നമുക്ക് ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ എന്താ ഇക്വേഷൻ? x + y -3 = 0. ഇതാണ് ഇക്വേഷൻ. കണ്ടോ? ഇനി ഏത് കോർഡിനേറ്റ്സ് അടുത്ത ഏതൊക്കെ പോയിന്റുകൾ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ഇവിടെ എക്സിന് ഒരു നമ്പർ കൊടുത്ത് വൈക്ക് ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോർഡിനേറ്റ്സുകൾ കിട്ടും. കണ്ടോ? ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തല്ലോ. എക്സിന് ഇപ്പൊ നമ്മൾ ഒരു നമ്പർ കൊടുക്കുന്നു. എക്സിന് ഏത് കൊടുക്കുന്നു? ഒരു 3 എന്ന് കൊടുക്കുന്നു. 3 വന്നിട്ടില്ലല്ലോ. എക്സിന് എന്ത് കൊടുക്കുന്നു? 3 കൊടുക്കുന്നു. അപ്പൊ y എന്തായിരിക്കും? ഒന്ന് കണ്ടുപിടിച്ചേ. എക്സിന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 + y ഇല്ലല്ലോ. y -3 = 0. കണ്ടോ? ഈ 3യും ഈ 3 എന്ത് ചെയ്യും? വെട്ടി പോകും. y എന്താവും? 0. അപ്പൊ കോർഡിനേറ്റ്സ് എന്ത് കിട്ടി? 3യും 0. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ 1 2 0യും 3യും അടുത്ത നമ്പർ ഏത് വരാം? 3യും 0. ഇതെല്ലാം എന്താണ്? ഒരു പോയിന്റിൽ വരുന്നതാണ്, ഒരു ലൈനിൽ വരുന്നതാണ്. കണ്ടോ? കാരണം ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. സംഭവം മനസ്സിലായ? ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ്. അപ്പോൾ രണ്ട് കോർഡിനേറ്റ്സുകൾ അല്ലെങ്കിൽ രണ്ട് പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സും വൈ ഇട്ട് കൊടുത്ത് ഒരു പോയിന്റ് ഒരു പെയറിനെയും കൂടി എടുത്ത് ഒരു പോയിന്റിനെയും കൂടി എടുത്ത് അതിൽ സ്ലോപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ക്രോസ് മൾട്ടിപ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ കിട്ടും. അതിൽ എക്സിനോ വൈക്കോ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും നമ്പർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ഇഷ്ടമുള്ള നമ്പർ ഇട്ട് കൊടുത്താൽ നമുക്ക് വൈ കിട്ടും അല്ലെങ്കിൽ എക്സ് കിട്ടും. അങ്ങനെ നമുക്ക് പോയിന്റുകളെ കണ്ടുപിടിക്കാം. ഇതാണ് ക്ലിയർ വിഷൻ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സിന് ഈ നമ്പർ ഇട്ട് കൊടുക്കണം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ എക്സിന് അതേ നമ്പർ തന്നെ ഇട്ട് കൊടുക്കണം. കയ്യിൽ നിന്ന് നമ്മൾ ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് വൈ കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? സംഭവം മനസ്സിലായോ? ഇത് മനസ്സിലായെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. -1 ഉം 1 ഉം 2 ഉം 7 ഉം. ആദ്യം ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം.
ഇങ്ങനെ 7 മൈനസ് 1 2 മൈനസ് മൈനസ് 1 6 3 2 ഇതാണ് സ്ലോപ്പ് കിട്ടുന്നത് അല്ലേ? ഇത് നമുക്ക് എന്താ നോക്കണ്ടേ? രണ്ടെണ്ണം തന്നിട്ടുണ്ട്, എക്സും 2x പ്ലസ് 3 എന്താണെന്ന് ആ ലൈനിൽ വരുന്നതാണോ എന്ന് അറിയണം അല്ലേ? എക്സും 2x പ്ലസ് 3യും ഈ ലൈനിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു നമ്പരും, ഇപ്പൊ ഞാൻ 2ഉം 7ഉം പിന്നെ എക്സും വൈയും ആയിട്ട് എടുക്കും. ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എപ്പോഴും ഒരു പോയിന്റും എക്സ് വൈയും ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? കമ്പയർ ചെയ്യാൻ. ഇനി ഇതിനകത്ത് സ്ലോപ്പിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. സ്ലോപ്പിന്റെ ഇക്വേഷൻ, സ്ലോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാ? 2. അപ്പൊ സ്ലോപ്പിന് പകരം 2 കൊടുക്കുന്നു. ഇവിടെ സ്ലോപ്പിന് പകരം എന്ത് കൊടുക്കുന്നു? 2 കൊടുക്കുന്നു. അതിനുശേഷം എപ്പോഴും ആദ്യം ആരെ എടുക്കാമോ? എക്സോ വൈ എടുക്കാം. അപ്പൊ ഇവിടെ വൈ ആണ് ആദ്യം. അപ്പൊ വൈ മൈനസ് 7 വൈ ഇവിടെ വരുന്നത് എക്സ് മൈനസ് 2. നേരെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുന്നു. 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു വൈ മൈനസ് 7 എന്ന് കിട്ടും. ഇൻറ്റു ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ് 2x മൈനസ് 4 ഇസ് ഈക്വൽ ടു വൈ മൈനസ് 7. ഇതെല്ലാം ഈ സെറ്റ് ഫുൾ എന്ത് ചെയ്യുന്നു? ഇസ് ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. എല്ലാവരും ഒറ്റ സ്റ്റെപ്പാ, താഴോട്ട് 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 ഒരേപോലെ എഴുതി പോയാൽ മതി. ഇങ്ങോട്ട് വരുമ്പോ 2x കഴിഞ്ഞ് മൈനസ് 5 വരുന്നു. അത് കഴിഞ്ഞ് മൈനസ് 4 ഓൾറെഡി ഉണ്ട്. മൈനസ് 7 ഇപ്പുറത്ത് വരുമ്പോ പ്ലസ് 7 ആവുന്നു. ഇസ് ഈക്വൽ ടു 0. 2x മൈനസ് 5 അത് ഇവിടം വരെ താഴോട്ട് അതേപോലെ ഇടുന്നു. നമ്പറുകളെ കുറയ്ക്കുന്നു. 7ൽ നിന്ന് 4 പോയാൽ 3. എന്ത് 3? പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഇക്വേഷൻ. ഞാൻ അതിനകത്തോട്ട് എക്സിനോട്ട് ആരിട്ട് കൊടുക്കുക? എക്സ് കൊടുക്കുക. വൈ ആരിട്ട് കൊടുക്കുക? 2x പ്ലസ് 3 ഇട്ട് കൊടുക്കുക. നോക്കാം. 2 ഇൻറ്റു എക്സിന് പകരം എക്സ് തന്നെ മൈനസ് വൈക്ക് പകരം 2x പ്ലസ് 3 പ്ലസ് ആരെ കൊടുക്കുന്നു? 3 കൊടുക്കുന്നു. ഇസ് ഈക്വൽ ടു 0. 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാ? 2x മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. മൈനസ് 2x മൈനസ് 3 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. മൈനസ് 3 പ്ലസ് 3 പോയി ബാക്കി വരുന്നത് 2x മൈനസ് 2x ഇസ് ഈക്വൽ ടു 0. 2x കൂടി പോകുമ്പോൾ എന്ത് തന്നെ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് 2x പ്ലസ് 3 എന്താണ്? ഇതിനകത്തുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? എക്സ് 2x പ്ലസ് 3 ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ചു. ഇത്രയാണ് സംഭവം. ഇവിടെ ഒരു ലൈൻ തന്നിട്ടുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. കൺസെപ്റ്റ് ഒക്കെ സെയിം കൺസെപ്റ്റ് തന്നെ, ഒരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്ന സെയിം കൺസെപ്റ്റ്. ആദ്യം അവർ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈനൊക്കെ തന്നിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ 3 തന്നിട്ടുണ്ട് എക്സ് ആയിട്ട്. എന്ത് കണ്ടുപിടിക്കണം? വൈ കണ്ടുപിടിക്കണം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് നേരെ താഴോട്ട് അങ്ങ് വരയ്ക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം എന്തായിരിക്കും? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 30 ഡിഗ്രി. അറിയാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ നോക്കിയേ, ഈ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇവിടുത്തെ എക്സ് ആരായിരിക്കും? ഇതായിരിക്കും അല്ലേ? നമ്മൾ കോർഡിനേറ്റ്സ് പഠിച്ചിട്ടുള്ളതല്ലേ? ഇവിടുത്തെ എക്സ് ആരാ? 3 ആയിരിക്കും. ഇവിടുത്തെ വൈ ആയിരിക്കും 0. വെരി ഗുഡ്. ക്ലിയർ ആയില്ലേ? നമുക്ക് ഇവിടെ സെറ്റ് ആയി. ഇവിടുന്ന് 10 മുതൽ 30 വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടെ 0 ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഇതങ്ങ് എടുത്താൽ പോരെ. എന്ത് വരും? എത്ര വരും? 2. അതിൽ നിന്ന് ഒന്ന് കുറച്ച് എത്ര വരും? 2. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായി? 2 ആയി. അപ്പൊ 30 നമ്മളെ റേഷ്യോ 30 60 90. ഇപ്പൊ ഇവിടെ 1 ഇവിടെ എന്ത് വരും? ഇവിടെ എന്ത് വരും? 2. അങ്ങനെയാണെങ്കിൽ 30 ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന 2 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 4√3. ഇവിടെ എന്ത് വരും? 4. അപ്പൊ ഇവിടെ എത്ര വരും? 2√3 വരും. 60 ഓപ്പോസിറ്റ് എത്ര വരും? 2√3. 90 ഓപ്പോസിറ്റ് എന്താ വരിക? 4 വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വൈ എത്രയായിരിക്കും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വൈ എന്തായിരിക്കും കിട്ടുന്നത്? എക്സ് 3 ആണെങ്കിൽ വൈ എന്ത് വരും? ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്ര വരും? 2√3. ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? എളുപ്പമല്ലേ? രണ്ടാമത് നോക്കി. ആദ്യം എന്താ കണ്ടുപിടിക്കുക? താഴോട്ട് വരയ്ക്കുന്നു. 30 60 90 എടുക്കുന്നു. അതിന്റെ റേഷ്യോ കൊടുക്കുന്നു. 10 30 തമ്മിലുള്ള ഡിസ്റ്റൻസ് 3ൽ നിന്ന് 1 കുറച്ച് എത്രയാണ്? 2 ആണ്. 2 വരുന്നുണ്ടെങ്കിൽ
എന്നുള്ള ദൂരം 2 ആണ്. 30 ഓപ്പോസിറ്റ് 2 ആണെന്നുണ്ടെങ്കിൽ 60 ഓപ്പോസിറ്റ് എന്ത് വരും? 2√3. ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് y എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അവിടെ എത്ര വരും? 2√3 വരും. y is equal to 2√3 ആയി. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ? അറിയാലോ. ഇവിടെ എന്ത് കിട്ടി? നമുക്ക് 2√3 കിട്ടി. 2√3 കിട്ടി. അപ്പൊ ഇവിടെ 2 പോയിന്റുകൾ ഉണ്ടല്ലോ, ചരിവ് ഉണ്ടല്ലോ. ഏതൊക്കെയാ ഇവിടുത്തെ പോയിന്റ്? ഏതാ? 3യും 2√3. ഇവിടുത്തെ പോയിന്റ് ഏത്? 1ഉം 0യും. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാലോ. ഇങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. y2 എന്ന് പറഞ്ഞാൽ ആരാ ഇവിടെ? 2√3 മൈനസ് y1 ആരാ? 0 ബൈ x2 ആരാ? 3 മൈനസ് 1. 2√3 പോയാലോ? 2√3 തന്നെ. 3ന് 1 കുറച്ചാ 2. 2 2 പെട്ടി പോയ ആൻസർ എത്ര വരും? √3. അപ്പൊ സ്ലോപ്പ് എത്ര കിട്ടി? √3. കണ്ടോ? ക്ലിയർ ആയില്ലേ? എളുപ്പമല്ലേ? മൂന്നാമത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്വേഷൻ ഓൺ ദിസ് ലൈൻ. ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ ലൈനിൽ എന്തിട്ട് കൊടുക്കണം? xy ഇട്ട് കൊടുക്കുക. കണ്ടോ? ലൈനിൽ എന്തിട്ട് കൊടുക്കുക? xy ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് കമ്പയർ ചെയ്യുക. ഏത് പോയിന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? നമ്മളിപ്പോ 1 0 ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പൊ സ്ലോപ്പ് ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ. സ്ലോപ്പിന്റെ അവിടെ എന്ത് കൊടുക്കുന്നു? √3 കൊടുക്കുന്നു. ആദ്യം x y ആയിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. ആദ്യം ആര് കൊടുക്കണം? y. എന്ത് വരും? y മൈനസ് 0 x മൈനസ് 1. നേരെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. √3 ഇൻറ്റു x മൈനസ് 1 ഇസ് ഈക്വൽ ടു y മൈനസ് 0. എന്ത് വരും? √3 ഇൻറ്റു x √3 ഇൻറ്റു 1 √3 ഇസ് ഈക്വൽ ടു y മൈനസ് 0. അപ്പൊ ഇങ്ങോട്ട് എടുക്കുക. √3x മൈനസ് √3 മൈനസ് y ഇസ് ഈക്വൽ ടു 0. ക്ലിയർ ആയില്ലേ? അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ആൻസർ ഇക്വേഷൻ എന്ത് കിട്ടി നമുക്ക്? √3x മൈനസ് y മൈനസ് √3 ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് കിട്ടും. ക്ലിയർ ആയ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള. സിമ്പിൾ ക്വസ്റ്റ്യനില് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഭാഗം മാത്രം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ അറിയാലോ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ബാക്കി എല്ലാവരും ഒറ്റ റൂളാണ്. എന്ത് കണ്ടുപിടിക്കുകയാണെങ്കിലും അതൊക്കെ എന്തിട്ട് കൊടുത്താൽ മതി? ഒരു x y കണ്ടുപിടിക്കുക, ഒരു പോയിന്റുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളെ സ്കോപ്പിന്റെ ഇക്വേഷൻ. സിമ്പിൾ കാര്യം. ഈ ലോജിക്ക് മനസ്സിലായ ഏത് ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ. ഇവിടെ ബിയുടെ കോർഡിനേറ്റ്സ് എന്തുവാ? എടുക്കണം മുകളിൽ അല്ലേ? ഇവിടെ വരും. ഇവിടുന്ന് y എടുക്കണം മൈനസ്. ഇവിടെ ഡിയുടെ എടുക്കുമ്പോ ഇവിടെ എടുക്കണം. ഇവിടുന്ന് എടുക്കണം. ഇവിടുന്ന് -2. ഇവിടുന്ന് എന്തെടുക്കണം? y എടുക്കണം. അപ്പൊ എന്ത് വന്നു? കോർഡിനേറ്റ്സുകൾ വന്നു. അപ്പൊ ബിയുടെ കോർഡിനേറ്റ്സ് എന്താ? 2 -2. സിയുടെ കോർഡിനേറ്റ്സ് -2 2. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് സ്ലോപ്പ്. ആരുടെ സ്ലോപ്പ്? ബിയുടെ സ്ലോപ്പ്. അപ്പൊ m is equal to y2. y2 എന്ന് പറഞ്ഞാൽ ആരെടുക്കുക? -2 മൈനസ് 2 എടുക്കുക ബൈ x2 മൈനസ് x1 അല്ലേ? x ആരാ? 2 മൈനസ് -2 is equal to -2 എന്താ? മൈനസ് മൈനസ് വന്നാലോ ആഡ് ചെയ്ത് മൈനസ് ചെയ്യണം. അപ്പൊ -4. ഇവിടെ എന്ത് വരും? 4. ആൻസർ ഈസ് -1. സ്ലോപ്പ് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ. ഏതാ സ്ലോപ്പ് എന്ന് പറയുന്നത്? GD. ഇങ്ങനെ മാറ്റി വരച്ചാൽ മതി. C2 മൈനസ്. ഇവിടെ എന്തെടുക്കും നമ്മള്? x y എടുക്കും. x y ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. അപ്പൊ x ഉം y ഉം പിന്നെ ആര്? 2 ഉം -2. സ്ലോപ്പിന്റെ അവിടെ -1 കൊടുക്കുന്നു. y ആയിട്ടോടെ എപ്പോഴും കമ്പയർ ചെയ്യാൻ y -2 എടുക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതും x എടുക്കുമ്പോ x -2. ആൻസർ ഈസ് y +2 ബൈ x -2. നേരെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുന്നു. -1 അവിടെ കിടക്കുന്നു. താഴെയുള്ള x -2 ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. സംഭവം സിമ്പിള്. ബാക്കിയുള്ളത് y +2. ഒക്കെ ചെയ്ത് തന്നെ പ്രാക്ടീസ് ആവും. -1 ഇൻറ്റു x -x മൈനസ് മൈനസും +2 ഇസ് ഈക്വൽ ടു y +2. നേരെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. -x +y ഇപ്പുറം വരുമ്പോ -y.
ഓൾറെഡി +2 ഉണ്ട്. +2 ഇപ്പുറം വരുമ്പോ -2 is equal to 0. +2 -2 വെട്ടിപ്പോകുന്നു. മൈനസിന് അകത്തോട്ട് കൊടുക്കുന്നു. അപ്പൊ എന്ത് വരുന്നു? മൈനസ് അകത്തോട്ട് പോകുമ്പോൾ ഇവിടുത്തെ മൈനസ് പ്ലസ് ആവും. അപ്പൊ x + y is equal to 0 ആവും. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അവർ ആദ്യം സം ഓഫ് ദ x and y is equal to 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Hence it is true. ഇത്രേ ഉള്ളൂ സംഭവം. ഒരൊറ്റ സ്റ്റെപ്പിൽ അങ്ങനെ ചെയ്തു കൊണ്ടാ തേന എടുക്കാതെ തന്നെ എന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. സെയിം 5 പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യനില് x + y is equal to 0 ആണെന്നുണ്ടെങ്കിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ x + y is equal to 3 എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഇക്വേഷൻ xy ഇട്ട് കൊടുത്ത് ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് x + y is equal to 3 എന്ന് കിട്ടും. അഥവാ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ ചെയ്ത് വരുമ്പോൾ x + y -3 is equal to 0 എന്നാണ് കിട്ടുന്നതെങ്കിൽ ആ -3 എടുത്ത് അപ്പുറത്ത് ഇട്ട് കൊടുക്കുക. x + y is equal to എന്താ? -ന് അപ്പുറമാകുമ്പോൾ +3 ആവും. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ അതിനകത്ത് ചെയ്യേണ്ടത് കേട്ടോ. അത് സെയിം മെത്തേഡ് തന്നെ, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. അത് റോമർക്ക് പോലെ ചെയ്തു നോക്കും. 7ാമത്തെ ക്വസ്റ്റ്യൻ അവര് റേഡിയസ് തന്നിട്ടുണ്ട്, സർക്കിൾ. ഒറിജിനാണ്. ഒറിജിന്റെ കോർഡിനേറ്റ്സ് എന്താ? 0 0. റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാ? 5 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് അറിയാലോ സർക്കിളിന്റെ ഇക്വേഷൻ എന്താ? √x² + y² is equal to r² അല്ലേ? സർക്കിളിന്റെ ഇക്വേഷൻ ആണ് എന്താ? √x² + y² is equal to r. ഇനി രണ്ട് ഭാഗത്തും രണ്ടിടത്തും നമ്മൾ എന്ത് കൊടുക്കണം? സ്ക്വയർ കൊടുക്കണം. ഇതിന്റെ റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കാൻ മതി? സ്ക്വയർ കൊടുത്താൽ അതിന്റെ റൂട്ട് എന്താവും? മാറും. ഇതിനകത്ത് നമുക്ക് റൂട്ട് വേണ്ട. റൂട്ടിനെ കളയാൻ വേണ്ടി രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യും. അപ്പൊ ഇവിടെ സ്ക്വയർ ചെയ്താൽ ഇവിടെ എന്ത് വരും? സ്ക്വയർ ആണ്. അപ്പൊ സ്ക്വയർ ചെയ്തതിന്റെ അർത്ഥം റൂട്ട് കളയാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ബാലൻസ് എന്ത് വരും? x² + y². ഇവിടെ റൂട്ടില്ല. അപ്പൊ ഇവിടെ എന്ത് വരും? x² + y² is equal to r² എന്ന് വരും. അപ്പൊ x² + y² is equal to r എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 5ന്റെ സ്ക്വയർ അല്ലേ? 5ന്റെ സ്ക്വയർ അല്ലേ? ആൻസർ എന്ത് വരും? x² + y² is equal to 25 എന്ന് കിട്ടും. മനസ്സിലായ? അപ്പൊ മനസ്സിലായ? ഇനി എക്സിനകത്ത് ഏതിട്ട് കൊടുത്താലും വൈകാതെ ഏതിട്ട് വൈ നമുക്ക് കിട്ടും. എക്സിനകത്ത് എന്തിട്ട് കൊടുത്താലും വൈ കിട്ടും, അല്ലെ വൈയിൽ എന്തിട്ട് കൊടുത്താലും എക്സ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആദ്യം 4 എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. നോക്കി ഇവിടെ സെന്ററിലൂടെ ഞാനൊരു വഴ വരയ്ക്കും. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാ? 5. ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ഇവിടുത്തെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 അല്ലേ? മുകളിലോട്ടുള്ളതെന്ന് പറഞ്ഞേ 0യും 5. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞേ -5ഉം 0. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞേ 0യും -5 അല്ലേ? കോർഡിനേറ്റ്സ് കിട്ടിയില്ലേ? ഇവിടെ ഡിസ്റ്റൻസ് വെച്ച് എഴുതുന്ന അറിഞ്ഞൂടെ? എക്സും വൈയും വെച്ച് എഴുതുക. 4 എണ്ണമായി. ഇനി അടുത്തൊരു 4 കൂടി 8 പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 4 പോയിന്റ്. മനസ്സിലായില്ലേ? 4 എണ്ണം ആയില്ലേ? ഇനി എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിന് ഒരു 3 ഇട്ട് കൊടുക്കും. എക്സിന് 3 ഇഷ്ടമുള്ള ഇടാം. 3 ഇട്ട് കൊടുത്താൽ വൈ എത്ര കിട്ടും നോക്കാം. 3² + y² is equal to 24. 3² എന്ന് പറയുന്നത് 9 + y² is equal to 24. അപ്പൊ y² is equal to 25 +9 അപ്പുറം പോകുമ്പോൾ -9. സീറ്റ് എന്ത് വന്നു? 16. y² അല്ലേ? സ്ക്വയർ അപ്പുറം പോകുമ്പോൾ എന്താവും? √16. ആൻസർ ഈസ് 4. അപ്പൊ എക്സിന് 3 ഇട്ട് കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. അപ്പൊ ഒരു കോർഡിനേറ്റ്സ് അടുത്ത കോർഡിനേറ്റ്സ് എത്ര? 3 4. അപ്പൊ ഒരു കോർഡിനേറ്റ്സ് 3 4 കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഏത് എഴുതാം നമുക്ക്? ഇവിടെ എഴുതുമ്പോ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കണ്ടേ? എക്സും വൈയും എഴുതുമ്പോ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ എഴുതിയെന്താ?
y 0. ഇവിടെ വന്നപ്പോ എന്ത് വന്നു? 0 പോയി. അതേപോലെ ഇവിടെ നമുക്ക് x 3 ഇട്ട് കൊടുത്തപ്പോൾ y എത്ര കിട്ടി? 4 അല്ലേ? x 3 ഇട്ട് കൊടുത്തപ്പോൾ 4 കിട്ടി. ഇനി കോർഡിനേറ്റ്സ് എഴുതാം. ഇത് വെച്ചിട്ട് കോർഡിനേറ്റ്സ് എഴുതാം. ഇനി വീണ്ടും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. അടുത്ത നമുക്ക് 4 ഇട്ട് കൊടുത്തു y എത്രയാണെന്ന് അങ്ങനെ കണ്ടുപിടിക്കണ്ട. അതിൽ നിന്ന് തന്നെ 4 എണ്ണം എഴുതാം. എങ്ങനെയാന്ന് പറഞ്ഞേ? 3 ഉം 4 ഉം ഒരു കോർഡിനേറ്റ്സ് കിട്ടി. അടുത്ത എന്താന്ന് പറഞ്ഞു? 4 ഉം 3. അടുത്തത് -3 ഉം 4 ഉം. അടുത്തത് 4 ഉം -3. 4 ഉം -3. കണ്ടോ? സംഭവം മനസ്സിലായോ? കോർഡിനേറ്റ്സ് അപ്പുറത്തോട്ട് പോകുമ്പോൾ 3 4 വരും, ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? -3 4 വരും. പിന്നെ ആലോചിച്ചെടുത്തണം 4-ന് x-ലും y-ലും കൊടുക്കുന്ന അറിയാലോ, ശ്രദ്ധിച്ചിട്ട്